ശുദ്ധാക്ഷരങ്ങളിലേക്ക് സ്വാഗതം. കഥകൾ ഒരു പ്രപഞ്ചം തന്നെ തീർക്കുന്നു. കഥകൾ ചിന്തയുടെ വിശാലമായ ആകാശത്തിലേക്ക് ഒരാളെ പറത്തിയെടുക്കുന്ന ചിറകുകൾ പോലെ. അതുകൊണ്ടാണ് ഈശോ കഥകളിലൂടെയും സാരോപദേശങ്ങളിലൂടെയും ശിഷ്യന്മാരെയും മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ ശ്രമിച്ചത്. കഥ കേട്ട് ചിന്തയിലേക്ക് നടക്കുന്ന കുഞ്ഞുങ്ങളാണ് എത്ര വളർന്നാലും നമ്മൾ ഓരോരുത്തരും. യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങളിലുമുണ്ട് ധാരാളം കഥകൾ. ബൈബിളിലെ പല കഥാപാത്രങ്ങളും പാരമ്പര്യ കഥകളിൽ കൂടുതൽ ശോഭയോടുകൂടി നമ്മുടെ മുൻപിൽ വന്നു നിൽക്കാറുമുണ്ട്. ഇത്തരത്തിലുള്ള യഹൂദ ക്രൈസ്തവ പാരമ്പര്യ കഥകളുടെ ഒരു സമാഹരണം, അതാണ് ഇന്ന് എൻ്റെ കയ്യിൽ. ഈ സമാഹാരം ചെറു കുട്ടികൾ, മൈനർ സെമിനാരി വിദ്യാർത്ഥികൾ, സെയിൻറ്റ് ജോസഫ് മൈനർ സെമിനാരിയിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് സമാഹരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സംസ്കാരത്തിൻ്റെ തുടക്കമിടുന്ന നല്ല ഒരു പ്രവൃത്തിയായിട്ട് ഇതിനെ കാണുകയും ചെയ്യുകയാണ്. വെറോനിക്കായുടെ തുവാല എന്ന് പുസ്തകത്തിൻ്റെ ശീർഷകം വിമല ബുക്സ് പബ്ലിക്കേഷൻ നടത്തുന്നു. പറഞ്ഞല്ലോ, ഈ പുസ്തകം നിറയെ കഥകളാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ച, ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തെ സംബന്ധിച്ച ബൈബിളിലില്ലാത്ത ബൈബിൾ കഥകൾ. ആദ്യമേ തന്നെ സൃഷ്ടിയെക്കുറിച്ച്. ദൈവം ഹവ്വയെയും ആദത്തെയും സൃഷ്ടിക്കുന്നു. ഈ ഹവ്വയ്ക്ക് ആദത്തോട് കടുത്ത സ്നേഹമുണ്ടെങ്കിലും ആദത്തിന് അങ്ങനെ സ്നേഹം ഉണ്ടാകുന്നില്ല. അവളുടെ സാമീപ്യം അവൻ കൊതിക്കുന്നില്ല. എന്തു ചെയ്യും? സൃഷ്ടി നടത്തിയ ദൈവത്തെ തന്നെ അഭയം പ്രാപിക്കുകയാണ് ഹവ്വ. ഹവ്വയോട് ദൈവം പറഞ്ഞു, കൈവശമുള്ള ചെറു സഞ്ചിയിൽ നിറയെ കുളിരി നിറച്ച് ആദത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. എന്നിട്ട് ഈ കുളിരി ഏറ്റുവാങ്ങിക്കഴിയുമ്പോൾ അവൻ നിൻ്റെ സാമീപ്യത്തെ കൊതിക്കും. അവൾ കുളിരി നിറച്ച ചെറു സഞ്ചിയുമായി ആദത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നു. പക്ഷേ ആദത്തിന് തണുപ്പ് അനുഭവപ്പെട്ടെങ്കിലും ഹവ്വയുടെ ചൂട് തിരയുന്നതിന് പകരം വിറക് കത്തിച്ച് ചൂട് കാഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അവൻ ചെയ്തത്. വീണ്ടും ദൈവം ഹവ്വയ്ക്ക് മറ്റൊരു സഞ്ചി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിറയെ വിശപ്പാണ്. ഈ സഞ്ചിയുമായി ചെന്ന് വിശപ്പ് അവന് പകർന്നു കൊടുക്കുക, അവൻ നിന്നെ സ്വന്തമാവും. ഹവ്വ അതുപോലെ പ്രവർത്തിച്ചു. സഞ്ചി തുറന്ന് വിശപ്പ് സമ്മാനിച്ചു. പക്ഷേ ആദത്തിന് വിശന്നപ്പോൾ കായ്കനികൾ ഭക്ഷിക്കുവാൻ വേണ്ടി അവൻ എഴുന്നേറ്റ് പോയി. വീണ്ടും ദുഃഖാർത്തിയായി പാവം ഹവ്വ. നിരാശയായ ഹവ്വ വീണ്ടും ദൈവത്തിനരികിലെത്തി. ദൈവം ഇത്തവണ ഉഷ്ണം നിറച്ച സഞ്ചി ഹവ്വയ്ക്ക് നൽകി. ഉഷ്ണിച്ച ആദം ഹവ്വ കാറ്റുവീശിക്കൊടുക്കുന്നത് ഗൗനിക്കാതെ അരുവിയിൽ ചാടി നീന്തി കളിക്കുവാനാണ് ശ്രമിച്ചത്. ഇനി എന്തു ചെയ്യും? ആരെയും മയക്കുന്ന പുഞ്ചിരി ദൈവം ഹവ്വയ്ക്ക് സമ്മാനിച്ചു. പുഞ്ചിരിക്കുക, പുഞ്ചിരിച്ച് ആദത്തെ വീണ്ടെടുക്കുക. അവൾ പുഞ്ചിരിച്ചു. പക്ഷേ ആ പുഞ്ചിരിയും ആദത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചില്ല. അവൻ നടന്നുപോയി കളഞ്ഞു, പുഞ്ചിരി പോലും വകവെക്കാതെ. ഇനി എന്തു ചെയ്യും? വല്ലാതെ തളർന്നുപോയ വിവശയായ ഹവ്വ ദുഃഖത്തോടെ നിരാശയോടുകൂടി കരയാൻ തുടങ്ങി. കണ്ണീര് കണ്ട് ആദത്തിൻ്റെ മനസ്സലിഞ്ഞു. കണ്ണീരിൽ, ആ കണ്ണീർ പ്രവാഹത്തിൽ അവൻ അലിഞ്ഞ് ഇല്ലാതായി. അവളുടെ കരം ഗ്രഹിച്ചു, അവളെ സ്വന്തമാക്കി. അന്ന് മുതൽ ഇന്ന് വരെ സ്ത്രീകൾ പുരുഷന്മാരെ നേടുന്നത് കണ്ണീരുകൊണ്ടാണത്രേ. ചിരിച്ച് പശ്ചാത്താക്കാൻ ശ്രമിച്ചാലും പിന്നെ എന്തൊക്കെ ചെയ്താലും നടക്കാത്തത് കണ്ണീര് കൊണ്ട് നേടാനാവുമത്രേ. അതുകൊണ്ട്
ഏതൊരു പുരുഷനെ നേടിയെടുക്കാൻ വേണ്ടി ഒരു കണ്ണീർ പുഴ സ്ത്രീ ഉള്ളിൽ കരുതി വച്ചിട്ടുണ്ടത്രേ. ആവശ്യമുള്ളപ്പോഴൊക്കെ പുഴ പുറത്തേക്ക് ഒഴുകും. ആ ഒഴുക്കിൽപ്പെട്ട് പുരുഷൻ ഇല്ലാതാവുകയും ചെയ്യുമത്രേ. ശരിയായിരിക്കാം, കഥയ്ക്ക് കാര്യമുണ്ട്. എല്ലാ വീടുകളിലും പുഴ ഒഴുകുന്നുണ്ടല്ലോ. ആ പുഴയിൽ ഒഴുകിപ്പോകുന്നത് പുരുഷന്മാർ തന്നെയാണ് എന്ന് എന്നത്തെയും ഇന്നത്തെയും ചരിത്രം സാക്ഷ്യം നൽകുന്നുമുണ്ട്. ആദവും ഹവ്വായും ദുഃഖത്തോടുകൂടി, പറുദീസ നഷ്ടത്തെക്കുറിച്ചോർത്തുള്ള ദുഃഖത്തോടുകൂടി ഇരിക്കുമ്പോൾ അവരുടെ ദുഃഖം മാറ്റിക്കൊടുക്കാൻ ദൈവം ഏതാനും സമ്മാനം കൊടുത്തുവിടത്രേ. മാലാഖമാരെ, മുഖ്യദൂതന്മാരെ അയച്ച് 3 സമ്മാനങ്ങളാണ് ആദത്തിന് ഹവ്വയ്ക്കും ദൈവം കൈമാറിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ചില സ്വർണ്ണ ദണ്ഡുകൾ ശേഖരിച്ചു. പിന്നെ ഏദൻ തോട്ടത്തിൻ്റെ ഒരതിർത്തിയിൽ നിന്ന് മീറയും മറ്റൊരതിർത്തിയിൽ നിന്ന് കുന്തിരിക്കവും. ഈ 3 സമ്മാനങ്ങളാണ് കൊടുത്തത്. പക്ഷേ ഈ 3 സമ്മാനങ്ങൾ കിട്ടിയപ്പോൾ ആദം കരഞ്ഞുപോയത്രേ. കരഞ്ഞതിൻ്റെ കാരണമുണ്ട്. സ്വർണ്ണദണ്ഡുകൾ തൻ്റെ രാജകീയമായ ഏദൻ തോട്ടത്തിലെ വാസത്തെ ഓർമ്മപ്പെടുത്തി. നഷ്ടസ്വർഗം, ആ ഓർമ്മ, അതുകൊണ്ടാണ് കരഞ്ഞുപോയത്. കുന്തിരിക്കം തൻ്റെ ഇപ്പോഴത്തെ എരിയുന്ന അവസ്ഥയെ കാണിക്കുന്നു. മീറ തൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശത്തിൻ്റെ അവസ്ഥയെ കാണിക്കുന്നു. ഇതെല്ലാം ഓർത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞു. പിന്നീട് ഇതേ സമ്മാനങ്ങൾ തന്നെ ഈശോയ്ക്ക് ലഭിക്കുന്നത് ഒരു തുടർച്ചയാണ്. ആദം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈശോയിലൂടെ നേടിയെടുക്കപ്പെടുന്നു. ആദം അല്പം സ്വാർത്ഥത കൊണ്ട് നഷ്ടപ്പെടുത്തിയത് നിസ്വാർത്ഥത കൊണ്ട് ഒരാൾ നേടിയെടുക്കുകയാണ്. ഏദൻ തോട്ടം അങ്ങനെയാണ് വീണ്ടും തുറക്കപ്പെടുക. യഹൂദർക്കിടയിൽ മനുഷ്യൻ്റെ വർണ്ണങ്ങളെക്കുറിച്ചുള്ള കഥകളുണ്ട്, ധാരാളം കഥകൾ. അതിൽ ഒരു കഥ ദൈവം മനുഷ്യർക്ക് എന്തെല്ലാം വർണ്ണങ്ങൾ നൽകുകയുണ്ടായി എന്നതിനെക്കുറിച്ചാണ്. ദൈവം മനുഷ്യരെ 4 വർണ്ണങ്ങൾ ചേർത്താണ് അത്ര ഉണ്ടാക്കിയെടുത്തത്. വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്, പിന്നെ നീല. എല്ലുകളെല്ലാം വെള്ള നിറം കൊണ്ട് പൊതിഞ്ഞു. ദഹനേന്ദ്രിയങ്ങൾ നിർമ്മിച്ചത് കറുപ്പ് നിറം ചേർത്ത്. ചുവപ്പ് നിറം ചേർത്ത് മനുഷ്യൻ്റെ രക്തം ഉണ്ടാക്കി. അവസാനമായി മനുഷ്യൻ്റെ ത്വക്കിന് പച്ച നിറവും നൽകി. അപ്പോൾ യഹൂദന്മാർ പറയുന്നത് മനുഷ്യൻ്റെ യഥാർത്ഥ തൊലിയുടെ നിറം പച്ചയാണ്. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ മെല്ലെ മെല്ലെ നീല കലർന്ന പച്ചപ്പിലേക്ക് മനുഷ്യൻ്റെ തൊലി മാറിപ്പോകുന്നത്. മരിക്കുമ്പോൾ മെല്ലെ നീല കലർന്ന ഒരു പച്ച നിറം ശരീരത്തിൽ വ്യാപിക്കുന്ന കാണാമല്ലോ. അതാണ് ഒറിജിനൽ നിറം എന്ന് യഹൂദ പാരമ്പര്യ കഥകൾ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നു. വീണ്ടും ലഹരി എങ്ങനെയൊക്കെ മനുഷ്യനെ മാറ്റിമറിക്കും എന്ന് നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. മനുഷ്യരൊക്കെ മദ്യപിച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് മൃഗങ്ങളെപ്പോലെയൊക്കെ പെരുമാറുന്നത് എന്നതിന് ഈ യഹൂദ പാരമ്പര്യങ്ങളിൽ ഒരു എക്സ്പ്ലനേഷനുണ്ട്. ആ എക്സ്പ്ലനേഷൻ ഒരു കഥയാണ്. ആഴ്ചകളോളം നീണ്ടു നിന്ന ജലപ്രളയത്തിനൊടുവിൽ നോഹയും ജീവജാലങ്ങളും പെട്ടകത്തിൽ നിന്നും പുറത്തിറങ്ങി. ആദ്യം ഒരു സന്തോഷ സൂചകമായിട്ട് നോഹ ചെയ്തത് ഒരു മുന്തിരിച്ചെടി നട്ടുവളർത്തുക എന്നുള്ളതായിരുന്നു. മുന്തിരിച്ചെടി നോഹ നട്ടതിന് ശേഷം അത് നശിപ്പിക്കുവാൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ അതിലൂടെ ലോകത്തെ വീണ്ടും നശിപ്പിക്കുവാൻ തന്നെ സാത്താൻ രാത്രിയിൽ വന്ന് ചെമ്മരിയാട്, സിംഹം, പന്നി, കുരങ്ങൻ എന്നിവയുടെ രക്തം യഥാക്രമം മുന്തിരിച്ചെടിക്ക് ചുറ്റും ഒഴിച്ചു. അന്നു മുതൽ മുന്തിരിയുടെ ഫലത്തിൽ നിന്നും വീഞ്ഞു കുടിക്കുന്ന ആളുകളൊക്കെ ഈ മൃഗങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. കള്ളുകുടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്പം വീഞ്ഞു കുടിക്കുന്നവൻ ചെമ്മരിയാടിനെ പോലെ ശാന്തനാകുന്നു, മൗനിയാവുന്നു. വല്ലാത്തൊരു ഗൗരവം, ഒരു കൃപ നിറഞ്ഞ പോലുള്ള ഒരു ഗൗരവം അവനെ പൊതിയുന്നു. അല്പം മദ്യപിക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ. മദ്യപിച്ചതിന് ശേഷം പിന്നെ ഒരു മൂളിപ്പാട്ട്, ചെറുചിരി, മൗനം,
അങ്ങനെ ഇരിക്കും. വീണ്ടും അല്പം കൂടി വീഞ്ഞു കുടിച്ചാലോ അവൻ സിംഹത്തെ പോലെ അക്രമാസക്തനായി മാറും. അങ്ങനെ അക്രമാസക്തരായി മാറുന്നവരുടെ എണ്ണം നമ്മൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. എന്നെ കേട്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ തന്നെ ഒരുപക്ഷെ സിംഹത്തെ പോലെ മദ്യപിച്ചതിന് ശേഷം അലറുകയും പുലിയെപ്പോലെ കീറിമുറിക്കാൻ വരികയും പിന്നെ എലിയെപ്പോലെയായി മാറിപ്പോവുകയും ചെയ്യുന്നവരായിരിക്കാം, അറിഞ്ഞുകൂടാ. വീണ്ടും കുറച്ചുകൂടി വീഞ്ഞു കുടിക്കുമ്പോൾ അവൻ പന്നിയെപ്പോലെ നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങും. അങ്ങനെയുള്ളവരെയും നിങ്ങൾ വഴിയോരത്ത് കണ്ടിട്ടുണ്ട്. സ്വയം മറന്ന് വസ്ത്രം പോലുമില്ലാതെ ചേറ്റിൽ അമർന്ന് കിടക്കുന്ന ചില നികൃഷ്ട ജന്മങ്ങൾ എന്ന് പറയാവുന്ന വിധത്തിലുള്ള ജന്മങ്ങൾ, അങ്ങനെയുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട്. വീണ്ടും ലഹരി അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ കുരങ്ങിനെ പോലെ സ്വയം മറന്ന് പെരുമാറും, ബോധമില്ലാതെ നിലമറന്ന് സംസാരിക്കുകയും ചെയ്യും. ഇത് പണ്ട് സാത്താൻ പറ്റിച്ച പണിയാണത്രേ. ഇന്നും അതിൻ്റെ ഫലങ്ങൾ നമ്മൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. മോശയ്ക്ക് വിക്കുണ്ടായത് എങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മോശ പറയുന്നുണ്ട്, ഞാൻ വിക്കനാണ്, എനിക്ക് സംസ്കരിക്കാൻ അറിഞ്ഞുകൂടാ, നിൻ്റെ ജനത്തെ ഞാൻ എങ്ങനെയാണ് നയിക്കുക, വിക്കനായി ഞാൻ എങ്ങനെ നയിക്കും? അദ്ദേഹത്തിന് എങ്ങനെയാണ് വിക്ക് വന്നു ചേർന്നത് എന്നതിനെക്കുറിച്ച് യഹൂദ പാരമ്പര്യങ്ങളിൽ കഥയുണ്ട്. ആ കഥയും വളരെ രസകരമായി തോന്നുന്നുണ്ട്. മോശയെ ഫറവോൻ്റെ മകൾ ബിത്തിയ മകനെ പോലെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർത്തി. ഒരു നാൾ യഹൂദനാണെന്ന് ഒരാളും അറിയാതെ വളരുന്ന ഈ പയ്യൻ ഫറവോ ഒരുക്കിയ വിരുന്നിനിടയിൽ പെട്ടെന്ന് ചെന്ന് ഫറവോയുടെ കിരീടം സ്വന്തം ശിരസിലെടുത്തു വെച്ചു. എല്ലാവരും സ്തബ്ധരായിപ്പോയി. അതോടുകൂടി ഭാവി ഇവൻ അധികാരം തട്ടിയെടുക്കുമോ എന്നൊരു ചിന്ത. ഫറവോ തൻ്റെ ജ്യോതിഷികളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇത് ചർച്ചയ്ക്കിട്ടു. അവൻ ബോധപൂർവ്വം ഇത് ചെയ്തതാണോ അതോ വെറും ബാലലീലയാണോ തിരിച്ചറിയണം. ജ്യോതിഷികളുടെ കൂട്ടത്തിൽ വേഷപ്രച്ഛന്നനായി ഗബ്രിയേൽ മാലാഖയും ഉണ്ടായിരുന്നു. ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, വളരെ നിസ്സാരമായൊരു പരീക്ഷണം നടത്താവുന്നതേയുള്ളൂ. കുഞ്ഞിൻ്റെ മുമ്പിൽ തിളങ്ങുന്ന തീക്കട്ടയും വൈഡൂര്യക്കല്ലും വെക്കുക. എന്നിട്ട് അവൻ എന്തു ചെയ്യുന്നുവെന്ന് വീക്ഷിക്കുക. അവൻ വൈഡൂര്യക്കല്ലാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫറവോൻ്റെ കിരീടമെടുത്ത് ശിരസിൽ വെച്ചത് ബോധപൂർവമാണ്. അവന് ബോധമുണ്ട്, ജ്ഞാനമുണ്ട്. അതല്ല, തീക്കനിലാണ് അവൻ എടുത്തു വെക്കുന്നതെങ്കിൽ അവൻ കുഞ്ഞാണ്, ബോധമില്ലാതെയാണ് ആദ്യ പ്രവൃത്തി ചെയ്തത് എന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ബോധപൂർവം അവൻ എങ്ങനെ പെരുമാറുന്നു എന്ന് തിരിച്ചറിയാൻ ഉള്ള ശ്രമം, ആ പരീക്ഷണം നടത്തപ്പെടുകയാണ്. കുഞ്ഞിൻ്റെ മുമ്പിൽ തീക്കട്ടയും വൈഡൂര്യക്കല്ലും എടുത്തു വെച്ചു. അവൻ വൈഡൂര്യക്കല്ലാണ് എടുക്കുവാൻ ശ്രമിച്ചത് എങ്കിൽ തന്നെയും ഗബ്രിയേലിൻ്റെ ഗൂഢമായ ഇടപെടൽ മൂലം അവൻ കൽക്കട്ട വാരിയെടുത്ത് വായിലിട്ട് ചവച്ചു. അതോടുകൂടി ഭിത്തിയേക്ക് ആശ്വാസമായി. ഇവനിനി രാജാവിനെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന ഒരാളായി ചിത്രീകരിക്കപ്പെടുകയില്ലല്ലോ. പക്ഷേ ഈ കനൽക്കട്ട വായിലെടുത്ത് ചവച്ചത് നിമിത്തം അവൻ്റെ നാവ് വെന്തുപോയി. അങ്ങനെ മോസസ് വിക്കുള്ളവനായി മാറി. വീണ്ടും കഥകളിൽ നിന്നും കഥകളിലേക്ക്. ദാവീദ് രാജാവ് ഒരു ആലയിലെത്തി ഇങ്ങനെ പറഞ്ഞു, സന്തോഷ സമയത്തും ദുഃഖ സമയത്തും എന്നെ ഒരുപോലെ ജ്ഞാനിയാക്കുന്ന വാചകങ്ങൾ കൊത്തിയ ഒരു മോതിരം ശരിയാക്കി എടുക്കണം. കൊല്ലനാകെ വിഷമിച്ചു. അങ്ങനെ ഒരു വാചകം ഏതാണ്? സന്തോഷ സമയത്തും ദുഃഖ സമയത്തും ഒരുപോലെ ജ്ഞാനം പകരുന്ന ഒരു വാചകം. ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ, ദാവീദിൻ്റെ മകൻ തന്നെയാണ് ഈ കൊല്ലനെ സഹായിച്ചത്. സുന്ദരമായ മോതിരം ഉണ്ടാക്കി അതിൽ അതിസുന്ദരമായ വാചകങ്ങൾ കൊത്തിയെടുത്തു. വാചകം ഇതായിരുന്നു, ഇതും കടന്നു പോകും, ഇതും കടന്നു പോകും. വലിയ സന്തോഷം ഉണ്ടാകുമ്പോൾ ഈ മോതിരത്തിലേക്ക് നോക്കിയ ദാവീദ് പെട്ടെന്ന് ജ്ഞാനോദയം ഉള്ളവനായി മാറി. ഈ സന്തോഷമൊക്കെ കടന്നു പോകും, ഇന്ന് സന്തോഷമാണ്, പക്ഷെ അത് കടന്നു പോകും, ഇറ്റ് ഷാൽ പാസ്. ഇനി വല്ലാതെ ദുഃഖം കൊണ്ട് ശിരസ് കുനിച്ചിരിക്കുന്ന നേരത്തും മോതിരത്തിലേക്ക് നോക്കും. അപ്പോൾ വാചകം ബോധം തന്നുകൊണ്ട്, ജ്ഞാനം തന്നുകൊണ്ട്, ഇതും കടന്നു പോകും, ഒന്നും സ്ഥായിയല്ല, എല്ലാം കടന്നു പോകും. അപ്പോൾ ഇതും കടന്നു പോകുമെന്ന ആ വാചകം ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനബോധം നിലനിർത്തി.
ഇദ്ദേഹത്തെ വിവേകിയാക്കി മാറ്റി. നമ്മുടെ മോതിരത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത് നല്ലതാണ്. സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം കടന്നു പോകും. ഇന്നത്തെ തെറ്റിദ്ധാരണ അത് കടന്നു പോകും. ഇന്നത്തെ സ്നേഹവും കടന്നു പോകാം. ഇന്നത്തെ നിങ്ങളുടെ വിജയം കടന്നു പോകാം. പരാജയവും കടന്നു പോകാം. നിങ്ങളിന്ന് ഒറ്റപ്പെടുന്നു, ആ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ കടന്നു പോകാം. നിങ്ങളുടെ ചുറ്റിലും ഇപ്പോൾ ആൾക്കൂട്ടമുണ്ട്, അതും കടന്നു പോകാം. സുഹൃത്തെ, കടന്നു പോകാത്തതായി ഒന്നുമില്ല. എല്ലാം കടന്നു പോകും. ഈ ഒരു ജ്ഞാനം ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ സന്തോഷം നമ്മെ തേടിയെത്തും. നമ്മൾ സന്തോഷത്തിൻ്റെ ഒരു ആരാമം പോലെയായി മാറുകയും ചെയ്യും. സോളമനാണ് ജെറുസലേം ദേവാലയം അതിസുന്ദരമായി പണിതൊരുക്കിയത്. അതിസുന്ദരമായി പണിതൊരുക്കപ്പെട്ട ഈ ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി സകല ജീവജാലങ്ങളും അണിനിരുന്നത്രേ. സോളമന് പക്ഷികളുടെയും ജന്തുജീവജാലങ്ങളുടെയും ഭാഷ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സ്നേഹത്തോടു കൂടി ആജ്ഞാപിച്ചു. അവരെല്ലാം കേട്ടു. എല്ലാവരും ഓരോരുത്തരായി വന്ന് ഈ പണിയിൽ സഹായിച്ചത്രേ. എന്നാൽ ഏറ്റവും അധികം കിണഞ്ഞ് പരിശ്രമിച്ച് ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി സ്വയം വ്യയം ചെയ്തത് ഷെമീർ എന്നൊരു കൊച്ചു കീടമായിരുന്നു. തീരെ ചെറിയ ഒരു കീടം. അവനെന്താ ചെയ്തത്? വൈഡൂര്യക്കല്ലിൽ ഇസ്രായേൽ മക്കളുടെ പേരുകൾ കൊത്തി ഉണ്ടാക്കുകയാണ് അവൻ ചെയ്തത്. എത്ര നാളുകളെടുത്തു, എത്ര വർഷങ്ങളെടുത്തു. പക്ഷെ അങ്ങനെ വർഷങ്ങളെടുത്ത് അതിസുന്ദരമായി കൊത്തിയെടുത്ത പേരുകൾ എന്നും ഇവൻ്റെ ത്യാഗത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിലനിന്നിരുന്നു അത്രേ. ചെറുകീടത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്ന ആളുകൾ പറയുമായിരുന്നു, വലുതിൻ്റെ വലിപ്പത്തിന് പിന്നിൽ പലപ്പോഴും ചെറുതിൻ്റെ വലിപ്പം ഉണ്ടായിരിക്കുമല്ലോ. നമ്മളൊക്കെ ചെറുതാണ്, പക്ഷേ ചെറുതിൻ്റെ വലിപ്പം കൊണ്ടാണ് വലുതിൻ്റെ വലിപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കാകാവുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യുക. നമ്മുടെ നാട്ടിലെ പഴമൊഴി പറയുന്നുണ്ടല്ലോ, അണ്ണാറക്കണ്ണനും തന്നാലാവുന്നത്. ആ തന്നാലാവുന്നത് കൊടുത്താലേ ലോകത്തിൽ എന്തെങ്കിലും നന്മ നടക്കുകയുള്ളൂ. ഞാൻ ചെയ്യേണ്ടത് ഞാൻ മാത്രം ചെയ്യേണ്ട കാര്യമായിരിക്കും. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് ഞാൻ ചെയ്യേണ്ടത് ചെയ്യും എന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക. നിങ്ങൾ ചെറുതോ വലുതോ ആയിരിക്കട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു കഴിയുമ്പോൾ ലോകം കുറച്ചുകൂടി സുന്ദരമായ ഒരിടമായി മാറും. ദേവാലയ നിർമ്മാണം അതിസുന്ദരമായി നടന്നു. പക്ഷേ അതിസുന്ദരമായ ദേവാലയം ഒരുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സോളമൻ്റെ മനോഭാവമൊക്കെ മാറാൻ തുടങ്ങി. ദൈവത്തിന് വേണ്ടി ആലയമൊക്കെ പണിതൊരുക്കിയ ആളാണ്. പക്ഷെ പതുക്കെ സോളമൻ്റെ ശ്രദ്ധ മുഴുവൻ മറ്റ് പലതിലേക്കും തിരിഞ്ഞു. ലോകം മുഴുവൻ സോളമൻ നിർമ്മിച്ച ദേവാലയം കണ്ട് അമ്പരന്നു, അസൂയ പൂണ്ടു. ഫറവോയ്ക്കും അസൂയുണ്ടായി. അസൂയ നിമിത്തം ഈ ദേവാലയത്തിൽ നിറയുന്ന ചൈതന്യവും ഇല്ലാതാക്കാൻ സ്വന്തം പുത്രി മക്ഷരയെ തന്നെ ഉപയോഗിക്കുന്നു ഫറവോ. സോളമനും മക്ഷരയും തമ്മിലുള്ള കല്യാണം നടന്നു. വിവാഹരാത്രി അവിസ്മരണീയമായ രാത്രിയായിരുന്നു. അന്നത്തെ ദിവസം ആ രാത്രിയിൽ 80 കലാരൂപങ്ങളാണ് സോളമന് വേണ്ടി മക്ഷര അണിയിച്ചൊരുക്കി അവതരിപ്പിച്ചത്. കിടപ്പറയിൽ പ്രത്യേകതരം മുത്തുകളും രത്നങ്ങളും മറ്റും വാരി നിറച്ചതുകൊണ്ട് രാത്രി പകലും തമ്മിൽ തിരിച്ചറിയാൻ സോളമന് കഴിഞ്ഞില്ല. പുലരുന്നതൊന്നും ഇയാൾ അറിഞ്ഞതേയില്ല, ഉറങ്ങിപ്പോയി. ഇയാളുടെ കിടക്കയുടെ അടിയിലായിരുന്നു ദേവാലയത്തിൻ്റെ താക്കോൽ സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ദേവാലയം നിർമ്മിക്കപ്പെട്ട ആദ്യ ദിനത്തിൽ തന്നെ ദേവാലയം അടഞ്ഞു കിടന്നു. അവിടെ ദേവാരാധന ഒന്നും നടന്നില്ല. പിന്നെ അമ്മ വന്ന് ശാപവാക്കുകളോടുകൂടി മകനെ ഉണർത്തിയെടുത്തപ്പോഴാണ് ഈ തലയിണയ്ക്ക് കീഴിലെ കിടക്കയ്ക്ക് കീഴിലെ താക്കോലെടുത്ത് ദേവാലയം തുറക്കുവാൻ വേണ്ടി അയാൾ പുറത്തേക്ക് പോയത്. ഏത് സൗധങ്ങൾ പണിതൊരുക്കിയാലും ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ, കണ്ണ് വേറെ എവിടെയെങ്കിലും ഉടുക്കിക്കിടന്നാൽ, ഹൃദയം വേറെ എവിടെയെങ്കിലും ഉടക്കിക്കിടന്നാൽ പിന്നെ സൗധങ്ങൾ വെറും സൗധങ്ങൾ മാത്രമായി, ആത്മാവില്ലാത്ത കെട്ടിടങ്ങൾ മാത്രമായി അധപതിക്കും. സോളമൻ്റെ ഈ ജീവിത അവസ്ഥകൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠവും അതുതന്നെയാണ്. പുസ്തകത്തിൻ്റെ പേര് വെറോനിക്കായുടെ തൂവാല എന്നാണല്ലോ. ഈ ശീർഷകത്തിൻ്റെ പിന്നിലും മറ്റൊരു കഥയാണ്. അത് വെറോനിക്കാനെക്കുറിച്ചുള്ള കഥ തന്നെയാണ്. ഉണ്ണീശോ പിറന്ന കാലിത്തൊഴുത്തിൻ്റെ ഉടമ
ഉടമയുടെ മകളായിരുന്നു വെറോനിക്ക എന്ന് പാരമ്പര്യ കഥ പറഞ്ഞിരുന്നു. നിറവയറുമായി വന്ന ഒരു സ്ത്രീയെയും ഭർത്താവിനെയും തൻ്റെ പിതാവ് തൊഴുത്തിലേക്ക് പറഞ്ഞു വിട്ട് വീടിൻ്റെ വാതിൽ കൊട്ടിയടക്കുന്ന നിസ്സഹായതയോടെ കണ്ടു നിന്നു അവൾ. ആ കുഞ്ഞിനൊരു സമ്മാനം കൊടുക്കണമെന്നുള്ള ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു. ഈ കുഞ്ഞിന് എന്ത് സമ്മാനം കൊടുക്കും? അവൾ തുന്നി ഒരുക്കിയെടുത്ത ചെറിയൊരു പുതപ്പ് അത് സമ്മാനിക്കാനായിട്ട് ഓടിച്ചെന്നു. പക്ഷെ അപ്പോഴേക്കും ദൈവദൂതൻ്റെ ആജ്ഞപ്രകാരം ആ ബത്ലഹേം വിട്ട് അമ്മയും കുഞ്ഞും പിതാവിനൊപ്പം മടങ്ങിപ്പോയിരുന്നു. പിന്നെ അവളത് കാത്തു സൂക്ഷിച്ചു. വർഷങ്ങളേറെ കടന്നു. ആ കുഞ്ഞു പുതപ്പ് അവൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചത് കുരിശും പേറി നടക്കുന്ന യേശുവിൻ്റെ മുഖം ഒപ്പാനാണ്. സ്നേഹത്തോടു കൂടി പടയാളികളെ ഒന്നും വകവെക്കാതെ അവൾ ചെന്ന് ആ കുഞ്ഞു പുതപ്പ് കൊണ്ട് അവൻ്റെ മുഖം അമർത്തി തുടച്ചു. സ്നേഹത്തിൻ്റെ മുദ്ര അതിലുണ്ടായി. കരുണയുടെ മുദ്ര, വലിയ ആത്മാർത്ഥതയുടെ മുദ്ര. അതും പേറിയായിരിക്കാം വെറോനിക്ക പിന്നെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടിയത്. ക്രിസ്തു യുവാവായ വ്യക്തിയായി ഇസ്രായേൽക്കാരെ സഹായിക്കുന്ന സമയത്താണ് ബെൻഹറിന് അല്പം വെള്ളം കൊടുത്ത്, അടിമപ്പണിക്കാരനായി മാറ്റപ്പെട്ട ബെൻഹറിന് അല്പം വെള്ളം കൊടുത്ത് സഹായിക്കുന്നത്. പിന്നീട് ഈ ബെൻഹർ കുരിശും ചുമന്ന് പോകുമ്പോൾ കർത്താവിന് വെള്ളം കൊടുത്ത് നന്ദി കാണിക്കുന്നുണ്ട്. കർത്താവ് മരിക്കുന്ന നേരത്ത് കർത്താവിൻ്റെ നെഞ്ചിൽ നിന്ന് വരുന്ന ചോരയും നീരും മഴയിൽ പുഴ പോലെ ഒഴുകി ഇറങ്ങി കുഷ്ഠരോഗികളുടെ താഴ്വാരത്തിലേക്ക് പോകുന്നു. ബെൻഹറിൻ്റെ അമ്മയെയും പെങ്ങളെയും ആ പുഴ വന്ന് തൊടുന്നു, കുഷ്ഠരോഗം മാറുന്നു. മരിക്കുന്ന നേരത്ത് പോലും ഒരാളുടെ നെഞ്ചിൽ നിന്നും കനിവിൻ്റെ പുഴ ഒഴുകുകയാണ്. ഇതുപോലുള്ള കുറേയേറെ കഥകൾ കുത്തി നിറച്ച ചെറുപുസ്തകം, ചെറിയ കുട്ടികളുടെ വലിയ സംരംഭം. ഈ പുസ്തകം, ഈ കഥകൾ നമുക്കും ധ്യാന വിഷയങ്ങളാക്കി മാറ്റാം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നല്ല യാത്ര നേരുന്നു. ദൈവം കൂടെ നടക്കട്ടെ.